ഇതിനകത്ത് ട്യൂട്ടറിൻ്റെ കപ്പാസിറ്റർ 4.7 ആഡ് ചെയ്തു. അപ്പോൾ അധികം ആൾ അങ്ങനെ മാറി കൊടുത്തിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു മിഡ് റേഞ്ച് കണക്ട് ചെയ്യുന്നതിനെ പറ്റി, ഒരു മിഡ് റേഞ്ചിന് ക്രോസ് ഓവർ ഏറ്റവും സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതൊരു സിപ്പിൻ്റെ മിഡ് റേഞ്ച് ഓഫറാണ്. 4 ഇഞ്ച് മിഡ് റേഞ്ച് ആണ്. അതുപോലെ 8 ohmsൽ 4 ഇഞ്ച് മിഡ് റേഞ്ച് ആണ്. അപ്പോൾ ഇതിനകത്ത് മാക്സിമം വാട്ട്സ് എന്ന് പറയുന്നത് 70 വാട്ട്സ് മാക്സിമം വർക്ക് ചെയ്യും. അപ്പോൾ ഒരു RMS എന്ന് പറയുമ്പോൾ ഒരു 30 വാട്ട്സോളം RMS ഉള്ള ഒരു ആംപ്ലിഫയറിൽ നമുക്കിത് കണക്ട് ചെയ്യാം. അപ്പോൾ ഈ സ്പെസിഫിക്കേഷനിൽ നിങ്ങൾ വായിക്കുന്നുണ്ടാവും, അതായത് 4 ഇഞ്ച് പേപ്പർ കോൺ വിത്ത് ഫോം എഡ്ജ്. അപ്പോൾ അത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള വർക്കിംഗ് ആണ്. ഇപ്പോൾ നിലവിൽ ഒരു ആവറേജ് വില, ഒരു അത്യാവശ്യം ഒരു സാധാരണ ഒരാൾക്ക് വാങ്ങാൻ പറ്റിയൊരു വിലയ്ക്ക് ഈ ടൈപ്പ് സിപ്പിൻ്റെയും മറ്റേ സ്വീറ്റൺ അവാർഡ് അങ്ങനെയുള്ള സാധനങ്ങൾ തന്നെയാണ് കിട്ടാനുള്ളത്. അല്ലാതെ ആ ഹൈ റേഞ്ച് ഹൈ ലെവൽ സാധനങ്ങൾ എല്ലാവർക്കും വാങ്ങില്ലല്ലോ. അപ്പോൾ നമ്മൾ സാധാരണക്കാർക്ക് ഏറ്റവും ബെസ്റ്റാണിത്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു 2000-3000 രൂപ ചിലവാക്കി ഒരു ക്രോസ് ഓവറൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അതും ഒരു സാധാരണക്കാരന് ചിന്തിക്കാൻ പ്രയാസമാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് 2 കപ്പാസിറ്റർ വെച്ചിട്ട് ഇതിന് ക്രോസ് ഓവർ ചെയ്യാം. ഇൻഡക്റ്റൻസ് ആവശ്യമാണ്, പക്ഷേ നമ്മൾ കപ്പാസിറ്റർ വെച്ചിട്ടും നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ഈ സിപ്പിൻ്റെ ടൈപ്പ് മിഡ് റേഞ്ചുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് ഓഡിയോ ഡിവൈസുകൾ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്, അതുപോലെ കണ്ടിട്ടുണ്ട്, ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും നമുക്ക് യാതൊരു പരാജയവും സംഭവിച്ചില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു തൃപ്തിയാണ്. അത് കൊണ്ടുപോയിട്ട് കുഴപ്പമില്ല, ടോപ്പാണ്, കുഴപ്പമില്ല, നല്ല ഡീറ്റെയിൽസ് വരുന്നുണ്ട്, അങ്ങനെയുള്ള അഭിപ്രായങ്ങളാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ സിപ്പിൻ്റെ ഊഫർ ഉപയോഗിച്ചാലും മറ്റേ ഉപയോഗിച്ചാലും ഒക്കെ അങ്ങനെ തന്നെയാണ് കിട്ടിയുള്ളത്. അപ്പോൾ സിപ്പ് ടോപ്പാണ് എന്നല്ല പറയുന്നത്, സിപ്പ് ഒരു സാധാരണക്കാരന് ബെസ്റ്റാണ്. സിപ്പിൻ്റെ തന്നെയാണ് നമ്മൾ ഇതിന് മുമ്പ് കാണിച്ചിരുന്ന നിയോഡിയമിയം മാഗ്നറ്റുള്ള ട്വീറ്റർ. അപ്പോൾ ഇത് വരുന്നത് മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചതാണ് 8 ohmsൽ മാക്സിമം 100 വാട്ട്സ് ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ ഇതും കൂടെ മാച്ച് ചെയ്തിട്ട് നമ്മളൊരു ക്രോസ് ഓവർ ഒരു കാൽക്കുലേറ്റർ, നമ്മളെ ഓൺലൈൻ കാൽക്കുലേറ്റർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നുള്ള കപ്പാസിറ്റൻസ് ഇട്ടിട്ട് നമ്മൾ ഇതിൽ ഇപ്പോൾ ചെക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആ റിസൾട്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഊഫേഴ്സ് എടുക്കാം, അതിലേക്ക് അങ്ങനെ ഒരു ക്രോസ് ഓവർ ഉപയോഗിക്കാം. അതാണ് അതിൻ്റെ യഥാർത്ഥ രീതി, അങ്ങനെ തന്നെ കൊടുക്കേണ്ടത്, മറ്റൊരു തരത്തിലും കൊടുക്കരുത് എന്നല്ല. ഒറിജിനൽ ക്രോസ് ഓവേഴ്സ് നിങ്ങൾക്ക് വാങ്ങിട്ടും നെറ്റ്വർക്ക് വാങ്ങിട്ടും, അതായത് സ്പീക്കർ, വൂഫർ, ട്യൂട്ടറൊക്കെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ട ക്രോസ് ഓവർ അതിൻ്റെ കൂടെ തന്നെ വാങ്ങിയാൽ ബെസ്റ്റ്. അത് അതിൻ്റെ റിസൾട്ട് മാക്സിമം തരും. അതിൽ ഓംസ് മറ്റു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് അതിന് വേണ്ടത് തന്നെ സെലക്ട് ചെയ്യുക. നിങ്ങൾ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ 2 കപ്പാസിറ്ററിൻ്റെ വാല്യൂ ഞാനിപ്പോൾ പറയാം, അത് വെച്ച് ചെക്ക് ചെയ്യാം. ആ വാല്യൂ എന്ന് പറയുന്നത് എല്ലാത്തിനും അല്ല, അത് ഈ ട്യൂട്ടറിനും ഈ ഊഫറിനും ഈ ഓംസിൽ മാച്ച് ചെയ്യിക്കാനുള്ള വാല്യൂ ഉണ്ട്. അത് ഓരോ ഓംസിലും ഓരോ വാട്ട്സിലും ഓരോ സൈസിലും നമുക്ക് വേണ്ട ഫ്രീക്വൻസിയിലും ഒക്കെ അത് മാറ്റം വരും. ഇപ്പോൾ ഇതിൽ 500 മുതൽ അങ്ങനെയൊക്കെ പറയാം, 500 ടു മേലോട്ട് ഒരു 5000 വരെയൊക്കെ ഇതിൻ്റെ ക്രോസ് ഓവർ ഫ്രീക്വൻസി റെസ്പോൺസ് ഉണ്ടാവുക. ഒരു 4000 5000 മുതൽ മേലോട്ട് നമുക്ക് ട്വീറ്ററിൻ്റെ ക്രോസ് ഓവർ ഫ്രീക്വൻസി. അപ്പോൾ നിങ്ങൾക്ക് സംഗതി മനസ്സിലായില്ലേ, 20,000 മുതൽ 5,000, അതായത് 5,000 വരെ ഇതിനെ പ്രതീക്ഷിക്കാം. അതിനുശേഷം 5,000 വരെ മുതൽ 500 വരെ ഇതിനെ പ്രതീക്ഷിക്കാം. നമ്മൾ സാധാരണ ഓഫേഴ്സ് ഡ്രൈവേഴ്സ് നമുക്ക് ആ 500 മുതൽ ഒരു 150, 300, 150ൻ്റെ റേഞ്ചിൽ ആ ഡ്രൈവേഴ്സ് നമുക്ക് ബേസ് ലോ ഫ്രീക്വൻസി തരും. മിഡ് ബേസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ മനസ്സിലാക്കാൻ രൂപത്തിൽ പറയാം. അവിടുന്ന് താഴോട്ട് പോകാൻ, അതായത് 100ൻ്റെയും താഴോട്ട് പോകാൻ നമ്മൾ സബ് ഊഫേഴ്സ് ഉപയോഗിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പിക്ചർ കിട്ടിയതായിരിക്കുന്നു. നമുക്കത് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ മിഡ് റേഞ്ചിൻ്റെ ആവശ്യം വരുന്നത് ശരിക്കും നമുക്ക് സെൻട്രൽ ചാനലിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു മിഡ് റേഞ്ച് 2 എണ്ണം ഉപയോഗിക്കും, ഒരു ട്യൂട്ടർ ഉപയോഗിക്കും. അതല്ലെങ്കിൽ നമ്മൾ 3-way ബോക്സ് സാധാരണ ബുക്ക് ഷെൽഫ് ടൈപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിനകത്തേക്കൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു മിഡ് റേഞ്ചിൻ്റെ ആവശ്യം വരും. മിഡ് റേഞ്ച് സ്പീക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, ഇവിടെ എയർ സീൽഡ് ആയിരിക്കും, ഈ ടൈപ്പായിട്ടാണ് ഉണ്ടാവുക. അതല്ല നമ്മൾ ഏതെങ്കിലും സാധാരണ ഓഫർ മിഡ് റേഞ്ച് ടൈപ്പ് ആക്കുകയാണെങ്കിൽ നമ്മൾ ബോക്സിന് ഇവിടെ ഒരു കപ്പടിക്കും, എന്നിട്ട് എയർ സീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആവറേജ് പെർഫോമൻസ് കിട്ടും. പക്ഷേ ഇതിൻ്റെ കോയിൽ എന്ന് പറഞ്ഞാൽ മിഡ് ഫ്രീക്വൻസിക്ക് വേണ്ടി ഡിസൈൻ ചെയ്തതാണ്. ഇതിൻ്റെ പേപ്പർ എന്ന് പറയുമ്പോൾ മിഡ് ഫ്രീക്വൻസിക്ക് വേണ്ടി ഡിസൈൻ ചെയ്തതാണ്. നമ്മൾ മറ്റൊരു ലോ ഫ്രീക്വൻസിയോ മറ്റോ ചെയ്ത ഒരു വൂഫർ എടുത്തിട്ട് നമ്മൾ ഇവിടെ കപ്പടിച്ചിട്ട് വൂഫർ മിഡ് റേഞ്ച് കണക്ഷൻ കൊടുത്താലും അതിന് അത്ര പെർഫെക്ഷൻ കിട്ടില്ല. പക്ഷേ അത് പേപ്പർ ടൈറ്റ് ആയിരിക്കുന്നതുകൊണ്ട് മിഡ് ഫ്രീക്വൻസി നമുക്ക് കിട്ടും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് രണ്ടും കൂടെ വെച്ചിട്ട് നമ്മളിവിടെ ആദ്യം ഇതിൻ്റെ ഹൈ ഫ്രീക്വൻസിയും മിഡ് ഫ്രീക്വൻസിയും കൂടെ ഒന്നിച്ചൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യം മിഡ് കണക്ട് ചെയ്ത് ചെക്ക് ചെയ്യാം, എന്നിട്ട് ഹൈ കണക്ട് ചെയ്യാം, എന്നിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ ഒന്ന് വൂഫറും കണക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ആ മ്യൂസിക് നല്ല രസം ഉണ്ടാവും കേൾക്കാൻ. തൽക്കാലം ഇങ്ങനെ ഈ ഒരു ലെവലിൽ വെച്ചിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ വൂഫർ ഇത് നമ്മൾ മിഡ് റേഞ്ച് ആണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന മെയിൻ ഡ്രൈവർ ഒരു 4 ohmsോ 8 ohmsോ ആണെങ്കിൽ അതിൻ്റെ കാൽക്കുലേഷൻ, അതിൻ്റെ 4 ohms എത്രയാണോ അത് നമ്മൾ ഇതുപോലെ ഓൺലൈൻ കാൽക്കുലേറ്ററിൽ നമ്മൾ അടിക്കുക. നമ്മളെ മിഡ് റേഞ്ചിൻ്റെ ഓംസ് എത്രയാണ് നോക്കുക. ഇതിപ്പോൾ 8 ohms ആണ്. അപ്പോൾ ഇതിൻ്റെ 8 ohms ഉള്ളത് നമ്മൾ രണ്ടാമത്തെ സെക്കൻഡ് മിഡ് റേഞ്ച് ആ ലൈനിൽ ആ ഓംസിൻ്റെ സ്ഥാനത്ത് അടിക്കുക. ട്വീറ്ററിൻ്റെ ഓംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ കാണിക്കുന്നത് 8 ohms ട്വീറ്ററാണ്,
അപ്പോൾ നമ്മളിത് 8 ohms അവിടെ ട്യൂട്ടറിൻ്റെ സ്ഥാനത്ത് പഠിക്കുക. അതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ക്രോസ് ഓവർ ഫ്രീക്വൻസി, ഇപ്പോൾ നമുക്ക് ഏറ്റവും ഹൈൻ്റെ ക്രോസ് ഓവർ ഫ്രീക്വൻസിയാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇത് 4000 ഹെർട്സ് ആണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ അടിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഹൈ ഫ്രീക്വൻസി ക്യാപ്പിന് വേണ്ടിയിട്ട് കിട്ടുന്നത് നമുക്ക് 4.7 to 4.9 മൈക്രോഫാരഡ് ആണ്. അതും നോൺ പോളറാണ് നമുക്ക് കപ്പാസിറ്റർ നമ്മൾ ഹൈ ഫ്രീക്വൻസിക്ക് ഉണ്ട്. അതിൻ്റെ അടിയിൽ മിഡ് ഫ്രീക്വൻസിക്ക് വരുന്നത് 44, അതായത് എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഒരു 30 മുതൽ 45 വരെയുള്ള ആ ഒരു റേഞ്ചിലുള്ള കപ്പാസിറ്റേഴ്സ് നമുക്ക് ഈ മിഡ് ഫ്രീക്വൻസി ഈ മിഡ് റേഞ്ച് സ്പീക്കേഴ്സിന് കണക്ട് ചെയ്യാം. ഇതിലേക്ക് ഇപ്പോൾ ഞാൻ ചെക്ക് ചെയ്യാൻ കൊടുക്കുന്നത് വളരെ സിമ്പിളാണ്. നമ്മളൊരു 7294 ബോർഡാണ്, ഔട്ട്പുട്ടാണ് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്ത് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കൊടുക്കുന്നതും ആ ഒരു സൂട്ടബിൾ ആയിട്ടുള്ള വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ ഹൈയിലേക്ക് നമ്മൾ കപ്പാസിറ്റർ ആയിട്ട് എടുത്തുള്ളത് 4.7 മൈക്രോഫാരഡ് കപ്പാസിറ്റർ, നമ്മൾ സാധാരണ ഇലക്ട്രോലൈറ്റിക് നമ്മൾ ട്യൂട്ടറിനൊക്കെ ഉപയോഗിക്കുന്ന കപ്പാസിറ്റർ അത്. അപ്പോൾ അതിലേക്ക് കണക്ട് ചെയ്യും. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു 32 മൈക്രോഫാരഡ് 50 വോൾട്ട് കപ്പാസിറ്ററാണ്. അപ്പോൾ ഇത് ഞാൻ മറ്റൊരു ക്രോസ് ഓവറിൽ നിന്ന് തന്നെയാണ് അയച്ചെടുത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് മുമ്പ് ഉപയോഗിച്ചത് ഞാൻ ഊരിയെടുത്താണ്. അപ്പോൾ ഇത് നമ്മൾ ഈ മിഡ് ഫ്രീക്വൻസി ഏറ്റവും ഇത് ഹൈ ഫ്രീക്വൻസി ഏറ്റവും കണക്ട് ചെയ്തിട്ട് ആദ്യം പ്ലേ ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോക്കുക, ഞാനിവിടെ താൽക്കാലികമായിട്ട് ഞാനിവിടെ ഈ ഏരിയയിൽ സോൾഡർ ചെയ്തിട്ടുണ്ട് കപ്പാസിറ്റർ. നമ്മൾ പോസിറ്റീവ് ഇതിലും കൊടുത്തിട്ടുണ്ട്, നെഗറ്റീവായിട്ട് ഈ ഒരു ലൈനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ഒരു ഓഡിയോ പ്ലേ ചെയ്യാം. അതുകൊണ്ട് അത്യാവശ്യം നല്ല തരത്തിലുള്ള മിഡ് ഫ്രീക്വൻസിയാണ് ഇപ്പോൾ കേട്ടത്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക, HF കൂടെ കണക്ട് ചെയ്യുക. അപ്പോൾ ട്യൂട്ടർ കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇതിനകത്ത് ട്യൂട്ടറിൻ്റെ കപ്പാസിറ്റർ 4.7 ആഡ് ചെയ്തു, ഇവിടെ നമ്മൾ 32 മൈക്രോഫാരഡ് ആഡ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഈ പോയിന്റ് ഇൻപുട്ട് നമ്മൾ ഈ പോയിന്റിലേക്കാണ് കൊടുക്കേണ്ടത്, ഈ പോയിന്റിലല്ല. അപ്പോൾ അധികം ആൾ അങ്ങനെ മാറി കൊടുത്തിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അതായത് ശരിക്കും പറഞ്ഞാൽ ഇതും കൂടി ഈ ഏരിയയിലാണ് ജോയിൻ്റ് ആവേണ്ടത്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് രണ്ടിലേക്കും സെപ്പറേറ്റ് ആയിട്ട് കയറും. നമ്മൾ കോമൺ നമ്മുടെ ഗ്രൗണ്ട് ഇതും തമ്മിൽ കോമൺ ആയിട്ട് ഗ്രൗണ്ട് കൊടുക്കുക, അങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഞാൻ ഡയറക്റ്റ് ജസ്റ്റ് നമുക്ക് വീഡിയോക്ക് വേണ്ടി ഒന്ന് ജസ്റ്റ് അതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, നെഗറ്റീവും കൊടുത്തിട്ടുണ്ട്. പ്ലേ ചെയ്താൽ അപ്പോൾ ഈ ചെക്ക് ചെയ്ത് പ്ലേ ചെയ്തതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ നല്ല തരത്തിലുള്ള മിഡ് ഫ്രീക്വൻസി. ഇനി നമ്മൾക്ക് ഇതിൻ്റെ യഥാർത്ഥ ഔട്ട്പുട്ട് കിട്ടാൻ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു വൂഫറും കൂടി കണക്റ്റ് ആവണം. അപ്പോൾ നമുക്ക് ഒരു വൂഫറും കൂടെ കണക്ട് ചെയ്ത് നോക്കാം. ഡ്രം സൗണ്ടൊക്കെ ഉണ്ടോ? എങ്ങനെയുണ്ട് മിഡ് വോയിസ്? അപ്പോൾ ആ മിഡ് വോയിസ് നല്ല അടിപൊളിയായിട്ട് ആ ഡ്രം സൗണ്ടൊക്കെ ഇതിലൂടെ അങ്ങനെ കടകടാന്ന് പറഞ്ഞ് വരുന്ന കേൾക്കാം. നമുക്ക് നമ്മളെ ഹൈ അടിപൊളിയായിട്ട് ഇതിലൂടെ നല്ല സെപ്പറേഷനായിട്ട് വരുന്നത്. കറക്റ്റ് കാൽക്കുലേറ്റഡ് നെറ്റ്വർക്ക് ക്രോസ് ഓവർ ആകുമ്പോൾ നമുക്ക് നല്ല സെപ്പറേഷൻ കിട്ടും. നമ്മളെ ഊഫറിലേക്കുള്ളത് ഞാൻ വേറെ ഒരു ബോക്സ് ഉണ്ട്, അതിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സെപ്പറേഷൻ അതിനകത്ത് അതിൻ്റെ ക്രോസ് ഓവർ ഉണ്ട്. അപ്പോൾ എന്തായാലും വളരെ നല്ല ഒരു തരം സെപ്പറേഷനാണ് എനിക്കിവിടെ അനുഭവപ്പെട്ടത്. അപ്പോൾ നിങ്ങളെ അഭിപ്രായം, നിങ്ങൾ കേട്ട അഭിപ്രായം നിങ്ങളെ കമൻറ്റിലിടുക. അപ്പോൾ ഇതിലേക്ക് ഇൻഡക്റ്റൻസ് വേണം. ഇൻഡക്റ്റൻസിനെ പറ്റിയിട്ട് അത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. കാരണം ഇൻഡക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇതൊക്കെ ഇൻഡക്റ്റേഴ്സാണ്. ഇതിപ്പോൾ 250 മൈക്രോ ഹെൻറി അതുപോലെ അങ്ങനെ പല വാല്യൂസിലുള്ള ഇൻഡക്റ്റേഴ്സിൻ്റെ ഉണ്ട്. അപ്പോൾ ഇത് ഒക്കെ ക്രോസ് ഓവർ ചെയ്യുന്നൊക്കെ നമ്മൾ ഒറിജിനൽ ഇൻഡക്റ്റേഴ്സ് ബ്രാൻഡഡ് ഇൻഡക്റ്റേഴ്സോട് കിട്ടാത്തതുകൊണ്ട് അങ്ങനെ എടുത്ത് വെക്കും. അപ്പോൾ ഇതിൻ്റെ ആവശ്യം നമുക്ക് നമ്മളതായ ഒരു പ്രോഡക്റ്റൊക്കെ നമ്മളതായ ഒരു ആവശ്യത്തിന് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ വെച്ച് ഉപയോഗിക്കാം. നല്ല അടിപൊളിയായിട്ട് മ്യൂസിക് ലെവൽ കിട്ടും. അപ്പോൾ അത് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമാണ്. അപ്പോൾ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞ പോലെ ഈ ടൈപ്പ് സാധനങ്ങൾ എടുക്കുമ്പോൾ ഈ പറഞ്ഞ വാല്യൂസ് ഉപയോഗിക്കാം. മറ്റേതെങ്കിലും സാധനം എടുക്കുമ്പോൾ അതിന് വേണ്ടത് കാൽക്കുലേറ്റ് ചെയ്ത് ഉപയോഗിക്കുക. ഇൻഡക്റ്റൻസിനെ പറ്റി ഞാൻ പിന്നീട് മറ്റൊരു വീഡിയോയിൽ പറയാം. അതിപ്പോൾ എല്ലാം കൂടെ കലിപ്പാക്കണ്ട. അപ്പോൾ ഈ സാധനം സിപ്പിനടുത്ത് നമ്മൾ സ്ഥിരം എടുക്കുന്ന സ്റ്റാർ ഇലക്ട്രോണിക്സ് തന്നെയാണ്.
അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ നമ്മളെ താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വാങ്ങാനുള്ള ഓപ്ഷൻസ് തരും. കൊറിയറായിട്ട് അയക്കാനാണെങ്കിലും അങ്ങനെ ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.